6-ാം ദിവസം ഷിഞ്ചിത് അറസ്റ്റിലായി കേട്ടാ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ആ വീഡിയോ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് അറിയുമോ? സത്യം പറഞ്ഞാൽ ഇതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അതായത് എന്തിനാണ് അവർക്ക് അത്രയും മുഖം മൂടിയൊക്കെ അണിഞ്ഞ് അവരെ ഇത്രയും സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകേണ്ട കാര്യം എന്താണ്? പബ്ലിക്കായിട്ട് സ്വകാര്യ വാഹനത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? പബ്ലിക്കിനെ അറിയിക്കാതെ, മീഡിയയെ അറിയിക്കാതെ, ആരെയും അറിയിക്കാതെ എന്തിന് രഹസ്യമായിട്ട് അവർക്ക് ഇനി എന്ത് ഇമേജ് അവർക്ക് കൊടുക്കേണ്ടത്? എന്ത് ഇമേജ് അവർക്കുള്ളത്? എന്ത് മര്യാദയാണ് അവർക്ക് കൊടുക്കേണ്ടത്? എനിക്ക് പറയാനുള്ള ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ ഓർക്കുകയാണ്, എന്തിനാണ് ഒരു ചെറുപ്പക്കാരനെ കൊന്ന സ്ത്രീയെ പബ്ലിക്കായിട്ട് ആളുകളുടെ മുന്നിലൂടെ കൊണ്ടുപോകണം, നാലാൾ അറിയിക്കണം. മനസ്സിലായോ? കാരണം ഈ 6-ാം ദിവസം അവര് ഇത്രയും ദിവസം ഒളിവിൽ പോയത്, അത്രയും ദിവസം ഒളിവിൽ പോയ അവരെ കിട്ടുമ്പോൾ പോലീസ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും അറിയിക്കേണ്ടതുപോലെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രതിഷേധമായിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ പ്രതിഷേധിക്കും. അത് സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്ന തെറ്റ് അത്ര വലിയ തെറ്റാണ്. അത്രയും വലിയ തെറ്റ് ചെയ്ത് അവരെ ഒരിക്കലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ വളരെ വളരെ തക്കതായ എവിഡൻസോടുകൂടി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇതിന് തക്കതായ എവിഡൻസ് ഉണ്ട്. അവരെടുത്ത വീഡിയോ തന്നെയാണ് അതിൻ്റെ എവിഡൻസ്. അപ്പം ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് യാതൊരു പരിഗണനയും കൊടുക്കേണ്ട കാര്യമില്ല. ഈ മുഖമൊക്കെ മൂടി എന്തിനീ പറുതൊക്കെ ഇട്ടുണ്ട് അവരെ പിടിച്ച് ഈ പറയുന്ന പോലെ സേഫ്, എന്തിനതിൻ്റെ ആവശ്യം? അവരെ മുഖം മറക്കാതെ ജനങ്ങളുടെ മധ്യത്തിലേക്ക്, എന്താ പറയുക, മധ്യത്തിലൂടെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നുണ്ട്. ഇപ്പം എന്തായാലും അവരെ പിടിച്ചിട്ടുണ്ട്, സന്തോഷം. വളരെ വളരെ നല്ല കാര്യം. കാരണം വിദേശത്തൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ, അതും പിന്നെ ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു. കാരണം അവർ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പോലീസുകാർക്ക് അറിയാം ഇവരൊക്കെ എവിടെ ഉണ്ടെന്നുള്ളത്. എന്ന് വെച്ചാൽ പോലീസുകാർ സൈഡിൽ നിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവർ സ്ത്രീ ആയതുകൊണ്ടാണ് ആ ഒരു പരിഗണന കൊടുത്തിട്ടുള്ളത്. പൊക്കാനാണെങ്കിൽ പണ്ടേ പൊക്കിയാണ്. കാരണം കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോവിന്ദചാമി പൊക്കി എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ജയിലിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഗോവിന്ദചാമിയെ പോലുള്ള ഒരുത്തനെ പൊക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഷിഞ്ചിത എന്ന് പറയുന്ന ഒരെണ്ണത്തിനെ പിടിച്ച് പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവരാനായിട്ട് ഇതാന്ന് പറയുന്നത് സമയം മതി. പക്ഷേ ചിലപ്പോൾ പോലീസിന്റെ അനാസ്ഥയല്ല, പോലീസുകാർ ഒരു വിട്ടുവീഴ്ച ചെയ്തതായിരിക്കാം, എന്തുമായിക്കോട്ടെ. പക്ഷെ എന്തായാലും അറസ്റ്റിലായിട്ടുണ്ട്, സന്തോഷമായി. കാരണം ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. ഇനി അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അവർ തിരിച്ച് ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ, ഇത്രയും പ്രമാദമായ ഒരു കേസിൽ അവർ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. മനസ്സിലായോ? ഇതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അവർ കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി സമൂഹത്തിൽ ശരിക്കും പീഡനം അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ ജനങ്ങൾ വിശ്വസിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവളുമാർ കാണിച്ചു കൂടുന്ന ഈ കോപ്രായത്തിന് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഒരിക്കലും പീഡനം അല്ലെങ്കിൽ അതുപോലുള്ള ടോർച്ചറി അനുഭവിക്കാൻ ബാധ്യതയല്ല. ഒരു സ്ത്രീക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷനാണ് ഇവളൊരുത്തി കാരണം നഷ്ടപ്പെട്ടത്. നമ്മൾ അത് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇവളെ ശിക്ഷിക്കേണ്ടത് അതിനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പോലെ ഒരു ചെറുപ്പക്കാരനെ കൊന്നതിന് ശിക്ഷിക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുലി വരുന്നേ എന്നൊരു കഥയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? പുലി വരുന്നില്ല, പുലി വന്നെന്ന് ചുമ്മാ കള്ളം വിളിച്ച് പറഞ്ഞ ഒരു അവസ്ഥ. അപ്പം ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്ത്രീകൾക്ക് കിട്ടേണ്ട മര്യാദ ഈ ഒരു സ്ത്രീ കാരണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇവൾക്ക് ആദ്യം കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം സ്ത്രീകളുടെ ഒരു ഇമേജ് ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു സംരക്ഷണമുണ്ട്. അവിടെയാണ്, അതിൻ്റെ കടക്കിലാണ് ഇവൾ കത്തിവെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം ഏതെങ്കിലും ഒരു സ്ത്രീ ശരിക്കും പിന്നെ ഇതുപോലുള്ളൊരു പീഡനത്തിനോ അല്ലെങ്കിൽ ഇത്തരം ഒരു ടോർച്ചറിക്കോ ഇരയായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് വിളിച്ചു പറയാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടാവുക. ഇനി പോട്ടെ, അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ എത്ര പേര് വിശ്വസിക്കും? അതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് ഈ സ്ത്രീ. മനസ്സിലാകുന്നുണ്ടോ? സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ സ്ത്രീ കാണിച്ചു വെച്ച ഈ പരിപാടി. അപ്പൊ ആദ്യം ശിക്ഷിക്കേണ്ടത് ഇതിനാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ, ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഒരു സ്ത്രീകൾ. കാരണം ഈ സ്ത്രീകളായ നിങ്ങളോടാ പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഈ ഷിഞ്ചിതയെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് എനിക്കറിയാം. കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരോടാ പറയുന്നത്. കാരണം ഇത് മൊത്തം സ്ത്രീകൾക്ക് അപമാനമാണ്. ഇപ്പം നമ്മൾ പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. അല്ല, സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊരു പരിധിക്ക് മുകളിൽ ഈ പറയുന്നത് പോലെ പല കാര്യങ്ങളിൽ ഇടപെടാനോ, അല്ലെങ്കിൽ പിന്നെ ഇപ്പം നമുക്കറിയാം, പോലീസ് സേനയാണെന്ന് പറഞ്ഞാലും അതിനകത്ത് വനിതാ പോലീസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ വലിയ വലിയ കാര്യങ്ങളിൽ ഇടപെടുന്നതും, അല്ലെങ്കിൽ അങ്ങനെയാണ്. നമുക്കറിയാം, ഒരു വീടെടുത്താലും അവിടെ പുരുഷന്മാർ തന്നെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും സ്ത്രീകൾക്ക്, അല്ലേ, തടിമിടുക്കുണ്ടാവും, എല്ലാം ഉണ്ടാവുമെങ്കിലും അവിടെ ഒരാണുണ്ടെങ്കിൽ അതൊരു ബലം തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ അത്തരം ആണുങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ ഇമേജിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ത്രീ കാണിച്ചു വെച്ച പരിപാടി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇവരെ ഒരു കാരണവശാലും യാതൊരു വിധത്തിലും ഇവരെ പുറത്തു വിടരുത്. ഇവർക്ക് കൊടുക്കേണ്ട ശിക്ഷ വ്യക്തമായും കൃത്യമായും കൊടുക്കണം.
ഒരു തരത്തിലും ഇവർക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന പോലെ പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. സ്വാതന്ത്ര്യം കൊടുത്ത് ഇറക്കരുത്. അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുത്ത് അവരെ അകത്തിടണം. കാരണം ഇത് 2 തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തിരിക്കുന്നത് ഒരു പാവം നിരപരാധിയായ ഒരപ്പനും അമ്മയ്ക്കും ആ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഏക ആശ്രയം. അവരുടെ ആ ആശ്രയത്തെയാണ് ഇല്ലാതാക്കിയത്. അല്ലേ? കള്ളം പറഞ്ഞ്. അപ്പൊ അതിനും ഒരു ശിക്ഷ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തം സ്ത്രീകൾക്ക് അപമാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് സ്ത്രീകളെ ഞാൻ മാനിക്കുന്നുണ്ട്. കാരണം മാനിച്ചേ പറ്റൂ. അതിന് കാരണമുണ്ട്. കാരണം എന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ അമ്മ, ഭാര്യ, മനസ്സിലായോ? അങ്ങനെ ഉള്ള ആളുകളൊക്കെയാണ്. അവരൊക്കെ ദൈവത്തെ പോലെയാണ് ഞാൻ കാണേണ്ടത്. മനസ്സിലായോ? കാരണം എനിക്ക് ജന്മം നൽകിയത് ഒരു സ്ത്രീയാണ്. എന്നെ വളർത്തിയെടുത്തതും എനിക്ക് കൊണ്ടുനടന്നതും എന്നെ സ്നേഹിച്ചതും ഇപ്പൊ എന്നെ തന്നെ ലോകമായിട്ട് കാണുന്ന എൻ്റെ ഭാര്യ. അപ്പൊ ഇതൊക്കെ അവർക്ക് സ്ത്രീകളാണ്. അവർ വെച്ച് വിളമ്പി തന്നിട്ട് അത് കഴിച്ചിട്ടാണ് എൻ്റെ ശരീരത്തിന് ആരോഗ്യം നിലനിൽക്കുന്നത്. അല്ലേ? അപ്പൊ നമ്മൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരിക്കുന്നവരാ. അപ്പം അവരെ മാനിക്കുന്നതോടൊപ്പം ഞാൻ പുറത്തിറങ്ങി സമൂഹത്തിലുള്ള സ്ത്രീകളെ ഞാൻ മാനിക്കുന്നുണ്ട്. വളരെ വളരെ ഭംഗിയായിട്ട് അവരെ മാനിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ട മര്യാദ കൊടുക്കുന്നുണ്ട്. അല്ലേ? അപ്പൊ ആ മര്യാദ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു യാദൃശ്യമായിട്ട് ഒരു ബസ്സിലാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇവള് കാണിച്ചു വെച്ച ഈ പരിപാടിക്ക് ഇപ്പൊ ഞാൻ തന്നെ വെച്ചു, ഇത്രയും എനിക്ക് സ്ത്രീകളോട് ബഹുമാനം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനിപ്പോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റിട്ട് പറയുകയാണ് ഇയാൾ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നെ കൊണ്ട് ഞാനതിൽ പ്രതികരിക്കത്തില്ല. കാരണം പ്രതികരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണ് അവസ്ഥ. ഇതാണ് ആരുടെ ഭാഗത്ത് സത്യം ഉണ്ടെന്ന് ആർക്കറിയാം? ഇവളെപ്പോലുള്ളവന്മാര് കാണിച്ചു വെച്ച് തോന്നിയവാസത്തിന് ഇപ്പൊ മൊത്തം സ്ത്രീകൾക്ക് ബഹുമാനമാണ്. ഇപ്പൊ ആര് ശരി ആര് തെറ്റെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അതുകൊണ്ട് ഇവളെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഒരു കാരണവശാലും പുറത്തു വിടരുത്. കൃത്യമായ ശിക്ഷ കൊടുക്കണം. ഇത് എല്ലാവർക്കും ഒരു പാഠമാകണം. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് സ്ത്രീകൾക്ക് മാത്രമല്ല. ഇപ്പൊ ഒരു സ്ത്രീ കാരണം ഒരു പുരുഷൻ മരിച്ചു, ഒരു മനുഷ്യൻ അയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് പോലെ തന്നെ സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഓരോ പുരുഷന്മാർ കാരണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ളവന്മാരെ വെറുതെ വിടരുത്. കാരണം 14 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ ഈ കഴിഞ്ഞ 5 ദിവസം മുമ്പ് നമ്മൾ കണ്ടാണ് മലയാറ്റൂര് 14 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ 16 വയസ്സുള്ളവൻ റേപ്പ് ചെയ്ത് കൊന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളുടെയൊക്കെ മനസാക്ഷി, ഞാൻ ആ ന്യൂസ് മാറ്റിക്കളഞ്ഞു, എനിക്ക് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. എനിക്ക് കാണാനുള്ള എനിക്ക് മാനസികാവസ്ഥയില്ല സത്യം പറഞ്ഞ. കാരണം എന്താ പറയുക, 14 വയസ്സുള്ള കുഞ്ഞെന്ന് പറയുമ്പോൾ അവൾ എന്തുമാത്രം ജീവിതം കിടക്കുന്നു, അവൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ആ മരിക്കുമ്പോൾ. അല്ലെ? ഒന്ന് ഓർത്ത് നോക്കിയേ. അവളുടെ അമ്മ വിളിക്കുമ്പോൾ അവൾ ഇതേ വരുന്നെന്ന് പറഞ്ഞാണ് ആ കൊച്ചിനിട്ട് പെടാപ്പാട് വിളിച്ച് കൊന്നു കളഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മൾ തകർന്നു പോവുകയാണ്. എനിക്കത് കണ്ടിരിക്കാൻ പറ്റില്ല. ഞാനത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്കത് കാണാൻ പറ്റില്ല. കാണാനുള്ള ആ ഒരു മനസ്സെനിക്കില്ല. കാരണം നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നല്ലേ, നമ്മൾക്കും ഇല്ലേ മക്കള്. അപ്പൊ ആ മക്കൾക്കൊക്കെ ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ആ കൊച്ചു എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും വിഷമം. അപ്പൊ ഞാനിത് ഓർത്തപ്പോൾ ഞാൻ തകർന്നു പോയി. ഞാൻ ആ വീഡിയോ സ്കിപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞതറിയോ, ഇനിയെങ്കിലും ഇത് ആവർത്തിക്കരുത്. ഇപ്പൊ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലായാലും ഇതുപോലെ ക്രിമിനലുകളുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട്, മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനായിട്ട് നടക്കുന്ന ക്രിമിനൽസിനെ, അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പിന്നെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് ഇവർക്കുള്ള ശിക്ഷ കൊടുത്ത് ഒറ്റപ്പെടുത്തി നിയമം ശക്തമാകണം എന്നുള്ളതാണ്. അല്ലാതെ യാതൊരുവിധ നിയമത്തിന് ആനുകൂല്യം കൊടുക്കരുത്. ഇപ്പൊ നമ്മുടെ നിയമം പ്രതികൾക്കാണ് കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ, പരിഗണന കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല ഇവിടെ. പ്രതിയാണ്